കുത്തുവാക്കുവെച്ചേ ആശ സംസാരിക്കാറുള്ളൂ. ഇത് ഹേമയോട് മാത്രമല്ല, വീട്ടിലുള്ള എല്ലാവരോടും. ഇതൊരു സ്വൈര്യക്കേടായി മാത്രമാണ് ഹേമ കണ്ടത്. പകരം പറയാനോ ചെയ്യാനോ പോയില്ല. ഇത് ആശയെ കൂടുതൽ ചൊടിപ്പിച്ചു. നേർക്കുനേരെ നിന്ന് അസഭ്യം പറഞ്ഞിരുന്നെങ്കിൽ മനസ്സിൻ്റെ ഭാരം ലഘൂകരിക്കപ്പെടുമായിരുന്നു. ആശയെ പറഞ്ഞുവിടുന്ന കാര്യം വാർഡൻ ഗൗരവമായി ആലോചിച്ചു വരികയാണ്. ആശയ്ക്കറിയാം, ഇത് രഹസ്യമൊന്നുമല്ല. പരസ്യമായി ആശയോട് തന്നെ വാർഡൻ പറഞ്ഞു കഴിഞ്ഞിരുന്നു. മാസാന്ത്യത്തിൽ കണക്കു നോക്കുന്നതോടെ ആശയുടെ ശല്യം കുറഞ്ഞു കിട്ടുമെന്ന സമാധാനത്തിലാണ് അന്തേവാസികൾ കഴിയുന്നത്. അടർന്നു പോകുന്നവരോട് ആർക്കും സഹാനുഭൂതിയില്ല. വരുന്നവർ വരുന്നു, പോകുന്നവർ പോകുന്നു. എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കാൻ മാത്രമാണ് എപ്പോഴും ശ്രദ്ധയും യുദ്ധവും. വല്ലപ്പോഴും വരുന്ന മഹർഷിയാണ് ആശയുടെ ചുരുക്കം പതിവുകാരിൽ ഒരാൾ. മഹർഷി എന്നത് അയാൾക്ക് മറ്റുള്ളവർ കുസൃതി പേരിട്ടതാണ്. ആശ അയാളെ വിളിച്ചത് ഭൂഷൺ ബാബു എന്നാണ്. പിന്നിലേക്ക് നീണ്ടുകിടക്കുന്ന മുടിയും നര കയറിപ്പറ്റിയ താടിയുമാണ് മഹർഷി എന്ന പേര് നേടിക്കൊടുത്തത്. ഭൂഷൺ ബാബു ഒരു തയ്യൽക്കടയുടെ ഉടമസ്ഥനാണ്. 10-12 പേർ ആ കടയിൽ ജോലി ചെയ്യുന്നു. കട്ടർ മാസ്റ്റർ മാത്രമാണ് ഭൂഷൺ. വെട്ടിയിട്ട് കൊടുക്കുകയേ വേണ്ടൂ. കയ്യിൽ വലിയ കത്തിരിയുടെ തഴമ്പുണ്ട്. ആശയുടെ പതിവുകാരനായിട്ട് 2 കൊല്ലത്തോളമായി. 2 ആഴ്ചയിലൊരിക്കലേ വരൂ. അയാളുടെ ഉടുപ്പുകൾ ഒരിക്കലും അയാൾക്ക് പാകമുള്ളതാകാറില്ല. സ്വന്തം ശരീരത്തിൻ്റെ അളവെടുക്കുമ്പോൾ 2-4 അങ്കുലം കൂട്ടിപ്പിടിക്കുന്നതിനാലാണ് ഇതു സംഭവിക്കുന്നതെന്ന് മഹർഷിയെ കളിയാക്കുന്നവർ പറയാറുണ്ട്. അവർ ആശയെയും കളിയാക്കും. നിന്റെ ബാബുവിൻ്റെ കൃത്യമായ അളവ് എടുത്തു കൊടുക്കാമായിരുന്നില്ലേ? നേരിയ തോതിൽ ഒരു സ്ഥിരബന്ധം ആശയുമായി മഹർഷി സ്ഥാപിച്ചിരിക്കുന്നു. ആശയ്ക്ക് മധുര പലഹാരങ്ങളും ഉടുപ്പുകളും കൊണ്ടുവരും. മഹർഷി വരുന്ന ദിവസങ്ങളെപ്പറ്റി ഇന്ന് അളവെടുപ്പിൻ്റെ ദിവസമാണോ എന്നാണ് കൂട്ടുകാരികൾ ആശയോട് ചോദിക്കുക. ഭൂഷൺ ബാബുവും രുക്മിണി, ഹേമ തുടങ്ങിയവരെ കാണാറുണ്ട്. ബാബു വരുമ്പോഴേക്ക് ആശ കയറിപ്പറ്റി ബാബുവിന് മറ്റൊരു വഴിക്കും ചിന്തിക്കാനില്ലാത്ത അവസ്ഥ ഉളവാക്കുക പതിവാണ്. പിന്നെ നടന്നു തേഞ്ഞ ചെരുപ്പിൻ്റെ സുഖം ഒന്നു വേറെയാണല്ലോ. അന്ന് കാത്തിരുന്നു മടുത്ത് ആശ അപ്പുറത്തേക്ക് പോയ നേരത്താണ് ബാബു വന്നത്. കാത്തിരിക്കുന്നതിനേക്കാൾ വലിയ മടുപ്പ് ഉളവാക്കുന്ന കാര്യമാണ് കൺമുന്നിൽ വച്ച് സന്ദർശകർ വന്ന് മറ്റുള്ളവരെ ഇണപിടിച്ചു പോകുന്നത് ആവർത്തിച്ച് കാണേണ്ടി വരിക എന്നത്. ബാബു വന്നപ്പോൾ ഹേമ ഹാളിലുണ്ടായിപ്പോയി. സന്ദർശകരോട് മടി കാണിക്കാൻ വയ്യ. സ്വന്തം ഇഷ്ടത്തിന് കാലുമാറാൻ സന്ദർശകർക്ക് അവകാശമുണ്ട്. സന്ദർശകരെ കയറിപ്പിടിക്കാനോ അവരുടെ ഇഷ്ടം തെറ്റിച്ച് നിരുത്സാഹപ്പെടുത്താനോ നിർബന്ധിക്കാനോ അന്തേവാസികൾക്ക് അവകാശമില്ല. ഹാളിൽ ആകെയൊന്ന് പരതി നോക്കി ഭൂഷൺ ബാബു ഹേമയുടെ തോളിൽ കൈയിട്ട് ചേക്കേറാൻ പോയി. ഇത് അസാധാരണമാണ്. തെല്ലുനേരം ഹാളിലിരുന്ന് പൊതുവായ ഫലിതങ്ങൾ പറഞ്ഞും കേട്ടും രസിച്ച് വല്ലതും 2 കവിൾ കുടിച്ച് പ്രിയതമയ്ക്ക് 2 കവിൾ സ്വന്തം ചെലവിൽ വാങ്ങിക്കൊടുത്ത് അങ്ങനെയൊരു മുഖവുരയ്ക്ക് ശേഷമേ അകത്ത് കടക്കുക പതിവുള്ളൂ. ആശ രംഗത്തില്ലാത്ത തക്കം ഉപയോഗിക്കുക തന്നെയാണ് ഭൂഷൺ ബാബു എന്ന് എല്ലാവർക്കും മനസ്സിലായി. അമ്പരപ്പും അത് കഴിഞ്ഞ് ചിരിയുമാണ് ഹാളിൽ പരന്നത്. ആശ തിരിച്ചെത്തിയപ്പോൾ എല്ലാവരും ഓർത്തോർത്ത് ചിരിക്കുന്നു. ചിലർ തന്നെ നോക്കിയും ചിരിക്കുന്നു. അപ്പോഴാണ് ഭൂഷൺ ബാബു ഇറങ്ങി വന്നത്. മുടി വിരലുകളിലുയർത്തി ഉഷ്ണശമനത്തിന് ശ്രമിച്ചുകൊണ്ട് പിന്നാലെ ഹേമയും. സാമാന്യ മര്യാദ മറന്ന് ആശ മഹർഷിയെ തെറി പറഞ്ഞു. മഹർഷിയാകട്ടെ ഒരു ചിരിയോടെ വേഗം സ്ഥലം വിടുകയാണ് ചെയ്തത്. ആശ ഹേമയുടെ മേൽ ചാടി വീണു. ഞൊടിയിടയിൽ ഹേമയുടെ മുഖം മുഴുവൻ മാന്തിക്കീറി വിരലമർത്തിയാഴ്ത്തി കണ്ണുപൊട്ടിക്കുകയും ചെയ്തു. ഹേമ നന്നേ മെലിഞ്ഞായിരുന്നു. നിർണായക സ്ഥിതിവിവരക്കണക്കുകൾ പരിധികൾക്കകത്തു നിർത്താനായി
ഭക്ഷണം നിയന്ത്രിച്ച് താരപദവി കാത്തു കഴിയുകയാണല്ലോ ഹേമ. ആശയാകട്ടെ തൻ്റെ അരക്ഷിതത്വബോധം തീർത്തത് തീറ്റയിലൂടെയാണ്. ഡിമാൻഡ് കുറയാൻ ഒരു കാരണം വളരെയേറെ തടിച്ചതുതന്നെ ആയിരുന്നു. ഡോക്ടർ എത്തി. ഒരു ഡോക്ടർ വെളിപ്പുറത്തുണ്ടാകുക എന്നത് ഇത്തരം സ്ഥാപനങ്ങളുടെ ജീവൻ മരണ പ്രശ്നമാണ്. എപ്പോഴും എന്തും സംഭവിക്കാമല്ലോ. മാത്രമല്ല സ്ഥിരമായി പരിശോധിക്കാതെയും പരിശോധിച്ചുമെല്ലാം ആരോഗ്യ സർട്ടിഫിക്കറ്റ് അന്തേവാസികൾക്ക് നൽകേണ്ടതുണ്ട്. പുളഞ്ഞു കരയുന്ന ഹേമയെ ഡോക്ടർ പരിശോധിച്ചു. വേശ്യാലയത്തിലെ സ്ഥിരം പതിവുകാരായ ഡോക്ടർമാർ വളച്ചുകെട്ടില്ലാതെ കാര്യം പറഞ്ഞു കളയുന്നു. ഡോക്ടർ പറഞ്ഞു, ഒരു കണ്ണു പോയി. ആശയെ പിടിച്ച് കൈകാലുകൾ കൂട്ടിക്കെട്ടി അകത്തൊരു ഇരുട്ടറയിൽ അടച്ചു. ഹേമയെ ആശുപത്രിയിലേക്ക് നീക്കം ചെയ്തു. ഇത്തരം സംഭവങ്ങൾ നടന്നാൽ പുറത്താരും അറിയില്ല. സന്ദർശകരുടെ ദൃഷ്ടിയിൽപ്പെടാതെ മദ്യവുമായി കഴിയുന്ന ദാദയുടെ മുന്നിൽ ഒരു ബെല്ലടിക്കുന്നു. ദാദ ആദ്യമായി പുറത്തേക്കുള്ള വാതിൽ അടച്ചു ബന്ധിക്കുന്നു. എന്നിട്ട് ഉടനെ ഹാളിലെത്തുന്നു. കഠാരയായാലും ക്ഷൗരക്കത്തിയായാലും കൈത്തോക്കായാലും അത് ഉപയോഗക്ഷമമാക്കി കയ്യിൽ കരുതിയാണ് ഹാളിലെത്തുന്നത്. കൊലയാണ് നടത്തേണ്ടി വരുന്നതെങ്കിൽ അതും നടത്തും. മൃതദേഹം കടപ്പുറത്തോ കടലിലോ ഗട്ടറിലോ എവിടെയാണ് എത്തിക്കേണ്ടതെങ്കിൽ എത്തിക്കുകയും ചെയ്യും. പിൻവാതിലുകളും കറുത്ത ചില്ലിട്ട വാഹനങ്ങളും ഇതിനായി ഉണ്ട്. ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ മുൻവാതിൽ വീണ്ടും മിനിറ്റുകൾക്കകം തുറക്കപ്പെടും. ശസ്ത്രക്രിയ കഴിഞ്ഞ് വെളുപ്പാൻ കാലത്താണ് ഹേമ കണ്ണു തുറന്നത്. ഒരു കണ്ണ്, മറ്റേ കണ്ണ് മൂടി ബാൻഡേജിട്ടിരുന്നു. ഒരു കണ്ണു പോയെന്നല്ലാതെ കുഴപ്പമൊന്നുമില്ല എന്ന ഡോക്ടറുടെ ആശ്വാസവചനം ദാദയോടായിരുന്നെങ്കിലും ഹേമ കേട്ടു.